ഹലോ ഗായ്സ്, ഋതു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറിയ വീഡിയോ എന്നുവെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണോ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്നാലും ഞാൻ എടുക്കും വീഡിയോ, എന്നിട്ട് ഇടും. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. കാണുക മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, ലൈക്ക് ഷെയർ ചെയ്യുകയും വേണം. പിന്നെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഇതെങ്ങനെയാണ് ഇത് ക്ലിയർ ആക്കിയിട്ട് മുന്നിലേക്ക് പോകാൻ പറ്റുക, എന്തൊക്കെയാണ് അതിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കണം എന്ന് നോക്കാം. നിങ്ങൾ തന്നെ പറയണം കേട്ടോ. നമുക്കൊന്നും വലിയ ഐഡിയ ഇല്ല. അപ്പോൾ തുടങ്ങണതല്ലേ ഉള്ളൂ, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ചായിട്ടുള്ളൂ. നേരത്തെ തുടങ്ങി, ഞാൻ പറഞ്ഞല്ലോ. അത് എന്തോ ഒരു കാരണം കൊണ്ട് അത് ബ്ലോക്കായി, പിന്നെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പുതിയതായിട്ട് പിന്നെ തുടങ്ങിയതാണ്. അപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയ വീഡിയോകളായിട്ടാണ് ഞാൻ വരുന്നത് എന്തായാലും. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇതാ ഉപ്പേരി വയ്ക്കാൻ വെച്ചാൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ പ്ലാവ് മരത്തിൽ ചക്ക ഉണ്ടായത് പഴുത്തായിരുന്നു. അത് വെട്ടിയിട്ട് ഒരു പീസ് ഇങ്ങോട്ട് തന്നു വിട്ടു. ഞാൻ ചുളയൊക്കെ നല്ല ചുളയായിരുന്നു, നല്ല മധുരമുള്ള ചുള, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അത്. പക്ഷേ അതിൻ്റെ കുരുകൾ കണ്ടോ, ഇതാ ചെറിയ കുരുക്കളാണ്. ഇത് കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, ഞാനത് മാറ്റി വെച്ചു. അത് വൃത്തിയായിട്ട് അതാ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം, പണ്ട് ഞങ്ങൾ സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോഴേ ഞങ്ങൾ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് പോണത് ഞങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യയുടെ വീട് കാഞ്ഞിരപ്പുഴ പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ ഈ പ്ലാവ് ചക്കയും മാങ്ങയും എല്ലാം യഥേഷ്ടം കിട്ടും. നിറയെ പറഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും അവിടെ. നമ്മളിവിടുത്തെ പോലെ വിലയൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട മലമ്പ്രദേശം ആയതുകൊണ്ടേ നിറയെ കിട്ടും. ഞങ്ങളൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ളവരെല്ലാവരും കൊണ്ടുവന്ന് തരും ഇങ്ങോട്ട്. പിന്നെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കൊണ്ടുവരും. നല്ല രസം അവിടെ പോയി കഴിഞ്ഞാൽ. ഡാമുണ്ട്, ഡാമിലൊക്കെ പോയി എന്താ ഇന്ന് പറയുക, പാണ്ടിയാ അതൊരു സാധനം, മുളയൊക്കെ വലിച്ചു കെട്ടി ഇങ്ങനെ തോണി പോലൊരു സാധനം. നമ്മളിവിടെ നിന്നൊക്കെ പോണവർക്കൊക്കെ ഇതൊരു അതിശയമാണ് കേട്ടോ. പക്ഷേ അതിലൊക്കെ കയറി ചങ്ങാടം എന്തൊക്കെയോ പറയും അതിന്, നമുക്കൊന്നും അറിയില്ല അതിൻ്റെ പേരെന്താന്ന്. അതിലൊക്കെ കയറി ഞങ്ങൾ കുറേ കൂട്ടുകാരികളൊക്കെ ആയിട്ട് വെള്ളത്തിലിങ്ങനെ കുറേ കുട്ടിക്കാലം മുതൽ നല്ല അടിച്ചു പൊളിച്ചു അവിടെയൊക്കെ പോയിട്ട്. എന്നിട്ടൊരു കാര്യം ഉണ്ടായിട്ടാ, വെള്ളത്തിൻ്റെ ഇങ്ങോട്ട് അതിങ്ങനെ വലിച്ചു കൊണ്ടുപോയി പിള്ളേർ. പക്ഷേ കുറച്ച് ദൂരം എത്തുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ അപ്പുറത്തും വെള്ളം ഇപ്പുറത്തും വെള്ളം, ഇവിടെയും വെള്ളം, എല്ലാവരുടെയും വെള്ളമാണ്. നമ്മൾ പാലക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുളവും കുഴിയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, ഡാമൊന്നും കണ്ടിട്ടില്ലല്ലോ. കുട്ടിക്കാലത്ത് പറയുമ്പോൾ നമ്മൾ എവിടെ പോകാനാ, ആകെ ഉള്ളൊരു മലമ്പുഴ ഡാമാണ്. അതിപ്പോൾ എപ്പോഴെങ്കിലും അല്ലേ കൊണ്ടുപോകുള്ളൂ. എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മ വെച്ച നാളിൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് കൊണ്ടുപോയിട്ടുള്ളത്. അതൊന്നും എനിക്ക് ഓർമ്മയേ ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ടത് കാഞ്ഞിരപ്പുഴ ഡാമാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെല്ലാവരും നമ്മളിപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു എണ്ണയും വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കടുകാണ് ഇടുന്നത്. കടുക് പൊട്ടട്ടെ കേട്ടോ. ചെറുള്ളി കേട്ടോ, ചെറുള്ളി നന്നായിട്ട് മൊഴിയണം. ഉള്ളിയായി, ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ചക്കക്കുരു നമ്മൾ മുറിച്ച് വെക്കണം. അത് ഇതാണ് കേട്ടോ. സിമ്മാക്കി വയ്ക്കുക കേട്ടോ. തീ കുറച്ച് കമ്മിയാക്കി വെച്ചിട്ട് അടച്ചേക്കാം കേട്ടോ. നന്നായാവട്ടെ, ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ചക്കക്കുരു കപ്പയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ.